നമ്മളിത് ഇതിനു മുമ്പ് പ്രതിഷേധിച്ചിട്ടുണ്ട് കാര്യങ്ങളെയും ഈ വക ഷോ നമ്മൾക്ക് വേണം. നമുക്ക് ചെയ്യാനുള്ള കാര്യം ചെയ്തു. ഇത് എത്ര പോലീസിനെ വെച്ച് നടന്നാലും ചെയ്യും. മനസ്സിലായോ? അതാണ് യൂത്ത് കോൺഗ്രസ്. ഓർത്തു വെച്ചോ, അതാണ് യൂത്ത് കോൺഗ്രസ് കേട്ടോ. അഴിമതി കാണിക്കാനും തോന്നിയവാസമാണ് ഈ GCDയിൽ നടക്കുന്നത്. നമ്മൾ ഉമാ തോമസിന്റെ അപകടവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ഇവിടെ പ്രതിഷേധം നടന്നില്ലേ? അന്ന് കൊടുത്ത കരാറിന് പോലും അനുമതി ഇല്ല എന്നുള്ളത് നമ്മളത് ആരോപിച്ചതാണ്. ഇന്ന് ഇപ്പൊ മെസ്സിനെ കൊണ്ടുവന്ന് വലിയൊരു ഫുട്ബോൾ മാച്ച് ഇവിടെ നടത്തും എന്നതിന്റെ പേരിൽ അവരൊരു അഴിമതി കാണിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ വിചാരിച്ച രീതിയിൽ നടന്നത്. ദൈവം ഇവിടെയുള്ള ആരാധകരൊപ്പവും നികുതി കൊടുക്കുന്ന ജനങ്ങളിലൊപ്പമാണ്. അതുകൊണ്ട് അതായത് മെസ്സി വരും എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചതാണ്. അപ്പൊ ഈ പറഞ്ഞ അഗസ്റ്റിനും ഈ പറഞ്ഞ GCD ചെയർമാൻ അടക്കമുള്ള ആളുകൾക്ക് അതിന് പകരം ആരെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ കാണിക്കണമല്ലോ. നമ്മൾ കണ്ടാണ് കോട്ടയം കുന്നച്ചിൽ മോഹൻലാലിനെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് ജനങ്ങളവിടെ കൂട്ടിയിട്ട് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ ഇന്നിവിടെ നടന്നിരിക്കുന്നത്. എന്നാൽ മെസ്സി ചതിച്ചെങ്കിലും മെസ്സി വരാനുള്ള ഒരു സാഹചര്യം കഴിച്ചില്ല എങ്കിലും അതിന്റെ പേരിൽ അഴിമതി കാണിക്കാൻ നിന്ന ആളുകളെ എല്ലാം നാണം കെടുത്തിക്കൊണ്ട് നിന്നൊരു സാഹചര്യം അവർക്ക് നാണം കെടുത്തി നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്രയും പ്രബലനായിട്ടുള്ള ഇത്രയും ആളുകളുടെ മനസ്സിലിടം പിടിച്ചിട്ടുള്ള നമ്മളെ പച്ചക്കുളം ഇത് കണ്ടിട്ടെങ്കിലും നാണം ഉണ്ടാവട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രതീകാത്മക സമരമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങളിവിടെ യോഗം നടക്കുമ്പോൾ വരണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ സ്റ്റേഡിയത്തിൽ ഈ സമരം പ്ലാൻ ചെയ്തതാണ്. ഇവിടെ ഒരുപാട് പോലീസുകാരെ കൂട്ടി ഞങ്ങളെ കയറാൻ അനുവദിക്കില്ല എന്ന് കാണിച്ചപ്പോൾ ആ ഒരു വാശി കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്റ്റേഡിയത്തിൽ പോയി ചെയ്യാം. ആ ഒരു വാശി കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അഴിമതികളുമായിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയെ കുറിച്ച് അവർക്കറിയില്ല. എത്ര പോലീസിന്റെ പിൻബലമുണ്ടെങ്കിലും ആരൊക്കെ തടഞ്ഞാലും എത്ര വലിയ ബാരിക്കേഡ് വെച്ചാൽ ശരി അതെല്ലാം ഭേദിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് Waso!